Hello, welcome back to Handmade by Hasna. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറാണ്. അപ്പോൾ ഇതിന് ആദ്യം തന്നെ നമുക്ക് രണ്ട് സൈഡ്സും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കത്രിക വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു താഴെ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക് കവറിനെ നീളത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടറ്റത്തും ഫോൾഡാണ് ഇപ്പോൾ ഉള്ളത്, അതും ഒന്ന് കട്ട് ചെയ്ത് നിവർത്തി കൊടുക്കണം. ആ ഭാഗം നമ്മൾ ആദ്യം രണ്ട് അറ്റം കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിത് ഇങ്ങനെ സ്ട്രിപ്സായി കട്ട് ചെയ്തതിന് ശേഷമാണ് ആ ഫോൾഡും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഇനി നീളത്തിലുള്ള പീസിനെ നമുക്കൊന്ന് നടുമടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ മടക്കിയിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്ക്വയർ പീസസ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മടക്കി കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമുക്ക് സ്ക്വയർ പീസസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഓരോ ഷീറ്റ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലൊരു ഷീറ്റ് എടുത്തതിന് ശേഷം നടു ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് മടക്കണം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നമ്മുടെ തള്ള വിരൽ ഇങ്ങനെ ഡയഗണലി ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗം എല്ലാ ഭാഗവും ഒരുമിച്ച് കൂട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് വേണമെങ്കിൽ നൂല് വെച്ച് കെട്ടി കൊടുക്കാം. നമ്മൾ നൂല് വെച്ച് കെട്ടാതെ തന്നെ നല്ല ടൈറ്റ് ആയിരിക്കുന്നതുകൊണ്ട് ജസ്റ്റ് പിരിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ കുറച്ചധികം പെറ്റൽസ് ചെയ്തെടുക്കാം. അപ്പോൾ 4 പെറ്റൽസുള്ള ഫ്ലവറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ 4 പെറ്റൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. അപ്പം കെട്ടുകമ്പിക്ക് പകരം ഫ്ലോറൽ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ കമ്പിയാലും മതി. ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മളിതിൻ്റെ മുകളിൽ ഫ്ലവർ കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ മടക്കിയ ഭാഗത്ത് കുറച്ച് പഞ്ഞി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ ബോൾ ഷേപ്പ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പീസ് തുണി, റെഡ് കളറിലുള്ള തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്യാണ്. അപ്പോൾ തുണി ഇല്ലാന്നുണ്ടെങ്കിൽ ക്രേപ്പ് പേപ്പർ ആയാലും മതി. പിന്നെ അതിൽ റെഡ് ക്രേപ്പ് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മക്കളുടെ പഴയ ടീഷർട്ടിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് ഇതേ നൂല് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കണം. നൂല് വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ക്ലോത്ത് ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം നല്ല കട്ടി ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ അറ്റം വരെ നല്ല ടൈറ്റായിട്ട് കെട്ടാനായിട്ട് നോക്കുക. അപ്പോൾ ഈ ഭാഗം ഒരു ബഡ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെറ്റൽസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ദേ ഒരു പെറ്റൽ ഇങ്ങനെ ആ ബഡിനോട് ചേർത്ത് വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് താഴെ വരെ നൂലുകൊണ്ട് ഒന്ന് ചുറ്റി കെട്ടി കൊടുക്കാം. ഇനി ബാക്കിയുള്ള പെറ്റൽസും ഇതേ ഇപ്പോൾ വെച്ച പെറ്റലിൻ്റെ അടുത്തടുത്തായി വെച്ചിട്ട് ഇങ്ങനെ നൂലുകൊണ്ട് നല്ല ടൈറ്റായി കെട്ടി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് ഗ്രീൻ ഫ്ലോറൽ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലോറൽ ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ക്രേപ്പ് പേപ്പർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചുറ്റി കൊടുത്ത് താഴോട്ട് വരെയും ചുറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ചെയ്തെടുക്കാം. അപ്പം പോളിത്തീൻ കവറൊക്കെ നമ്മളുടെ വീട്ടിൽ സ്ഥിരം എന്തായാലും ഉണ്ടാവുമല്ലോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പം. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇങ്ങനെ കൂട്ടത്തോടെ കാണാനാണ് ഇതിൻ്റെ ഭംഗി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി കൂടുതൽ ക്രാഫ്റ്റ് വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.